നമസ്കാരം. ഇത് നിങ്ങളുടെ റൈഡ് ആൻഡ് ടെക്. നിങ്ങൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി EV സ്കൂട്ടർ വാങ്ങുവാൻ പ്ലാൻ ചെയ്യുന്നവരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ബഡ്ജറ്റ് EV എന്ന് പറയുമ്പോൾ വെറും വിലക്കുറവ് മാത്രം നോക്കിയാൽ പോരല്ലോ. റിയൽ ലൈഫ് റേഞ്ച്, ബ്രാൻഡ്, റിലയബിലിറ്റി, സർവീസ് സപ്പോർട്ട്, ഫീച്ചേഴ്സ് ഇതെല്ലാം ഒത്തു നോക്കിയാൽ മാത്രമേ നല്ലൊരു EV സ്കൂട്ടർ തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ടോപ്പ് 5 ബഡ്ജറ്റ് EV സ്കൂട്ടേഴ്സാണ്. വെറും പേപ്പർ കണക്കുകളല്ല, റിയൽ റേഞ്ച്, ചാർജിങ് ടൈം, ബിൽഡ് ക്വാളിറ്റി, സർവീസ്, പിന്നെ ഏറ്റവും പ്രധാനമായ കംപ്ലയിൻസ് ഇതെല്ലാം കീറി മുറിച്ച് പരിശോധിച്ച ശേഷമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് വരുന്ന ഓല S1X ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ ഇത്രയും അഗ്രസീവ് പ്രൈസിങ്ങും സ്റ്റൈലിഷ് ലുക്കും തരുന്ന വേറൊരു വണ്ടിയില്ല. 2 കിലോ വാട്ട്, 3 കിലോ വാട്ട്, 4 കിലോ വാട്ട് എന്നിങ്ങനെ 3 ബാറ്ററി ഓപ്ഷനുകളിലാണ് ഓല S1X വരുന്നത്. റേഞ്ചിൻ്റെ കാര്യം നോക്കിയാൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന വലിയ നമ്പറുകളാണെങ്കിലും റിയൽ ലൈഫിൽ ബേസ് മോഡലിന് ഒരു 60 to 90 കിലോമീറ്റർ വരെയും ടോപ്പ് മോഡലിന് അത് 150 to 170 കിലോമീറ്റർ റേഞ്ച് വരെയും പ്രതീക്ഷിക്കാം. ഓല സ്കൂട്ടേഴ്സ് എല്ലാ കാലത്തും ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹൈപ്പർ മോഡ്, ക്വിക്ക് ആക്സിലറേഷൻ, ലാർജ് ടച്ച് സ്ക്രീൻ, മ്യൂസിക്, കോൾ കൺട്രോൾസ്, വിഡ്ജറ്റ്സ് എല്ലാം കൂടെ ടെക് ഹെവി എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ്, 4 റൈഡിംഗ് മോഡ്സ്, ഹ്യൂജ് ബൂട്ട് സ്പേസ്, അങ്ങനെ ഫീച്ചേഴ്സിൻ്റെ ഒരു ഫുൾ പാക്കേജാണ് ഓല സ്കൂട്ടേഴ്സ് നൽകുന്നത്. ബിൽഡ് ക്വാളിറ്റി ഓക്കെ ആണ് എങ്കിൽ പോലും പാനൽ ഗ്യാപ്പ് ഇഷ്യൂസ്, പ്ലാസ്റ്റിക് ലൂസ്നെസ് എന്നിവ എയർലിയർ ബാച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂ മോഡൽസിൽ കുറേയൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണ്, കംപ്ലയിൻസ് കണ്ടുവരുന്നുണ്ട്. ഓല S1Xന്റെ നോർമൽ ഹോം ചാർജിംഗ് സമയം വരുന്നത് 5 to 8 hours ആണ്. ഇത് ബാറ്ററി കപ്പാസിറ്റി അനുസരിച്ച് മാറ്റം വരാം. 2 കിലോ വാട്ട്, 3 കിലോ വാട്ട്, 4 കിലോ വാട്ട് എന്നീ 3 വേരിയൻസ് ആണ് ഉള്ളത്. ഓല S1Xന്റെ ബാറ്ററി വാറണ്ടി വരുന്നത് 3 വർഷമോ അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വരെയാണ്. ഓലയിലെ സർവീസ് നെറ്റ്വർക്ക് ഇപ്പോഴും ഡെവലപ്മെന്റ് ഫേസിലാണ്. കൂടാതെ കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആൻഡ് സർവീസ് സംബന്ധിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ചില ഉപഭോക്താക്കൾ നൽകിയിട്ടുമുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയർ ബഗ്ഗുകൾ, സഡൻ റീബൂട്ട്, ഡാഷ്ബോർഡ് ഫ്രീസ്, ഫാൻറ്റം ബാറ്ററി ഡ്രെയിൻ, മോഡ് സ്വിച്ചിങ് ലാഗ് എന്നിവ പോലുള്ള സ്മോൾ ഗ്ലിച്ചസും റിപ്പോർട്ടായിട്ടുണ്ട്. ചില പഴയ യൂണിറ്റുകളിൽ സേഫ്റ്റി റിലേറ്റഡ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. വീൽ ഡിറ്റാച്ച്മെന്റ് കേസസ്, സോഫ്റ്റ്വെയർ ലോക്ക്ഡ് ത്രോട്ടിൽ ഇഷ്യൂസ്, സഡൻ പവർ ലോസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓൺലൈനിൽ കാണാം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പുതിയ മോഡൽസിൽ റെക്ടിഫൈ ആയിട്ടുണ്ട് എങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ നഗരത്തിലെ ഓല സർവീസ് ക്വാളിറ്റി ആൻഡ് റീസെൻറ്റ് യൂസർ റിവ്യൂസ് ചെക്ക് ചെയ്യുന്നതാണ് ഉചിതം. ഓല S1Xന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 95,000 മുതൽ 1,25,000 രൂപ വരെയാണ്. ഓല സ്കൂട്ടേഴ്സ് ഫീച്ചേഴ്സിലും പെർഫോമൻസിലും ടോപ്പാണ്. പക്ഷേ സർവീസ് നെറ്റ്വർക്കും സോഫ്റ്റ്വെയർ സ്റ്റെബിലിറ്റിയും 100% സെറ്റിൽ ആയിട്ടില്ല എന്നതാണ് പലരും പറയുന്ന പോയിന്റ്. ന്യൂ യൂണിറ്റ്സിൽ ഇഷ്യൂ കുറവാണ്, ബട്ട് സോഫ്റ്റ്വെയർ ബഗ്സ് ആൻഡ് സർവീസ് ഡിലേ റിപ്പോർട്ട്സ് ഇപ്പോഴും കണ്ടുവരുന്നു. അതിനാൽ ടെക് ഹെവി ഫീച്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പെർഫെക്റ്റ് ആണ്. ബട്ട് ടെൻഷൻ ഫ്രീ ഓണർഷിപ്പ് ആണ് വേണ്ടതെങ്കിൽ ഷോറൂം സർവീസ് നെറ്റ്വർക്കൊക്കെ നോക്കി കമ്പയർ ചെയ്തെടുക്കുന്നതും ബെറ്റർ. 4ാം സ്ഥാനത്ത് വരുന്നത് ജാപ്പനീസ് ഫീമൻ ഹോണ്ട QC1 ആണ്. ഹോണ്ട ഇലക്ട്രിക് രംഗത്തേക്ക് ലേറ്റ് ആയിട്ടാണ് വന്നത് എങ്കിലും സിറ്റി ഡ്രൈവിലേക്ക് നോക്കുന്നവർക്ക് സൂപ്പർ സ്റ്റേബിൾ ആണ് ഹോണ്ട QC1. ഇതൊരു പെർഫോമൻസ് മോൺസ്റ്ററോ റേഞ്ച് ബീസ്റ്റോ ഒന്നുമല്ല. പക്ഷേ ഹോണ്ടയുടെ സ്റ്റെബിലിറ്റി ആൻഡ് പ്രെഡിക്റ്റബിൾ പെർഫോമൻസ് ആണ് സ്ട്രോങ്ങസ്റ്റ് പോയിന്റ്. ഹോണ്ട QC1ന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 1.5 കിലോ വാട്ടും ക്ലെയിം ചെയ്യുന്ന റേഞ്ച് 80 കിലോമീറ്ററുമാണ്. റിയൽ ലൈഫ് റേഞ്ച് അറൗണ്ട് ഒരു 50 to 60 കിലോമീറ്റർ വരെ ലഭിക്കുന്നുമുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യം നോക്കുകയാണ് എങ്കിൽ ഹോണ്ട വണ്ടികൾ ഒരു കാലത്തും ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടല്ല വന്നിട്ടുള്ളത്. അതുതന്നെയാണ് QC1ന്റെ കാര്യത്തിലും. മിനിമലായ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ഡിജിറ്റൽ ഡിസ്പ്ലേ, കോംബോ ബ്രേക്കിംഗ് സിസ്റ്റം, കീലെസ് സ്റ്റാർട്ട്, റിവേഴ്സ് മോഡ്, റൈഡിംഗ് മോഡ്സ്, 26 ലിറ്റർ സ്മോൾ ബൂട്ട്, ടോപ്പ് സ്പീഡ് ആണെങ്കിൽ വരുന്നത് 50 km/h മാത്രം. നോ ലാർജ് ടച്ച് സ്ക്രീൻ, നോ ബ്ലൂടൂത്ത്, നോ ഫാൻസി ആപ്പ്, ഒൺലി മിനിമൽ ഫീച്ചേഴ്സ് മാത്രമാണ് ഹോണ്ട QC1ന് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ ബിൽഡ് ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഹോണ്ടയുടെ സ്ട്രോങ്ങസ്റ്റ് ഏരിയയാണത്. ടൈറ്റ് പാനൽ ഫിറ്റ് ആൻഡ് ഫിനിഷ്, സ്ട്രോങ് പ്ലാസ്റ്റിക്, വെരി പ്രഡിക്റ്റബിൾ ബ്രേക്കിംഗ്, നോ സോഫ്റ്റ്വെയർ ഗിൽച്ചസ്, നോ ഹീറ്റിംഗ് ഇഷ്യൂസ്. അങ്ങനെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഹോണ്ട ഇവിടെയും വരുത്തിയിട്ടില്ല. ഹോണ്ട QC1ന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 1.5 കിലോ വാട്ടാണ്. 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ വാറണ്ടിയാണ് ഹോണ്ട ബാറ്ററിക്ക് നൽകുന്നത്. ചാർജിംഗ് ടൈം വരുന്നത് 5 to 6 hours. ഹോണ്ട ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് 2 വീലർ സർവീസ് നെറ്റ്വർക്കാണ്. ഫാസ്റ്റ് സർവീസ്, ജെനുവിൻ പാർട്സ് അവൈലബിൾ എവരിവെയർ. ഹോണ്ടയുടെ സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ് സത്യം. ഹോണ്ട QC1ന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,02,000 രൂപ വരെയാണ്. ഹോണ്ട QC1 ഈസ് നോട്ട് എ വാല്യൂ മോൺസ്റ്റർ, നോട്ട് എ റേഞ്ച് മോൺസ്റ്റർ, ബട്ട് ഹോണ്ട റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു റിയൽ മോൺസ്റ്റർ തന്നെയാണ്. എന്നിരുന്നാലും ലോ സ്പീഡ്, സ്മോൾ ബാറ്ററി, ലിമിറ്റഡ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആയ വണ്ടിയല്ല ഹോണ്ട QC1. ചുരുക്കത്തിൽ കോളേജിൽ പോകുന്നവർക്കോ വീടിനടുത്ത് ചെറിയ ഓട്ടങ്ങൾക്കോ വേണ്ടി മാത്രം നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. 3ാം സ്ഥാനത്ത് വരുന്നത് ആംബിയർ മാഗ്നസ് നിയോ ആണ്. ഒരു സാധാരണക്കാരന് വേണ്ടതെല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രാക്ടിക്കൽ ഫാമിലി സ്കൂട്ടറാണിത്. ബിഗ് ബ്രാൻഡ് ലെവൽ പെർഫോമൻസ് ഇല്ല എങ്കിലും സിറ്റി യൂസേജ്, റിമൂവബിൾ ബാറ്ററി, ലോ മെയിൻ്റെനൻസ് ഇവയെല്ലാം കൊണ്ടാണ് ഇത് ടോപ്പ് 3യിൽ വന്നത്. 2.3 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്കാണ് വണ്ടിയിൽ വരുന്നത്. 85 to 95 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. 60 to 80 കിലോമീറ്റർ റേഞ്ച് വരെ റിയൽ ലൈഫ് ലഭിക്കുന്നുമുണ്ട്.
65 km/h ആണ് മാക്സിമം സ്പീഡ്. പ്രീമിയം സെഗ്മെന്റ് EV ബ്രാൻഡുകളോട് കമ്പയർ ചെയ്യുമ്പോൾ ആംബിയർ മാഗ്നസ് നിയോയുടെ ബിൽഡ് ക്വാളിറ്റി ആവറേജ് ആൻഡ് ഡീസന്റ് കാറ്റഗറിയിലാണ്. സ്ട്രോങ് മെറ്റൽ ചേസസ്, ബെറ്റർ പ്ലാസ്റ്റിക് ക്വാളിറ്റി, ഗുഡ് സീറ്റ് കംഫർട്ട്, സ്റ്റേബിൾ ഹാൻഡ്ലിംഗ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി EV സ്കൂട്ടർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ബെസ്റ്റ് ആണ് എങ്കിലും പാനൽ ഫ്ലെക്സ് എക്സിറ്റ്, സം വൈബ്രേഷൻ കംപ്ലൈൻറ്റ്സ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർവീസിൻ്റെ കാര്യത്തിൽ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് വണ്ടിക്ക്. വെരി ചീപ്പ് സ്പെയർ പാർട്സ്, ഫാസ്റ്റ് റിപ്പയർ, ബഡ്ജറ്റ് EV ഫ്രണ്ട്ലി നെറ്റ്വർക്ക് ഒക്കെ ഉണ്ട് എങ്കിലും കേരളത്തിൽ അംബിയറിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ഫുൾ ആയിട്ടില്ല. ചില നഗരങ്ങളിൽ ഫുൾ സപ്പോർട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ വീക്കാണ്. റൂറൽ ഏരിയാസിൽ സ്പെയർ ഡിലേ പോലുള്ള പ്രശ്നങ്ങളും വരുന്നുണ്ട്. 2.3 kW കപ്പാസിറ്റി വരുന്ന ബാറ്ററി പാക്കാണ് വണ്ടിയിൽ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ 6 to 7 hours ചാർജിങ് ടൈം വരുന്നുണ്ട്. 5 വർഷം അല്ലെങ്കിൽ 75,000 കിലോമീറ്ററാണ് കമ്പനി ബാറ്ററിക്ക് നൽകുന്ന വാറന്റി. ഹോണ്ടയെ പോലെ തന്നെ പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നും തന്നെ മാഗ്നസ് നിയോ ഓഫർ ചെയ്യുന്നില്ല. റിമൂവബിൾ ബാറ്ററി, കീലെസ് എൻട്രി, ഡിജിറ്റൽ ഡിസ്പ്ലേ, റിവേഴ്സ് മോഡ്, USB ചാർജിങ്, ആൻറ്റി തെഫ്റ്റ് അലാറം, CBS ബ്രേക്കിംഗ്, 21 ലിറ്റർ ബൂട്ട് സ്പേസ് ഇങ്ങനെ അത്യാവശ്യം വേണ്ട കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ വണ്ടിയിൽ ലഭിക്കുന്നുള്ളൂ. ടച്ച് സ്ക്രീൻ, ബ്ലൂടൂത്ത്, റൈഡിംഗ് മോഡ് എന്നിവ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും വണ്ടിയിൽ വരുന്നില്ല. 95,000 രൂപ വരെയാണ് മാഗ്നസ് നിയോയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആംബിയർ മാഗ്നസ് നിയോ സിറ്റി യൂസേഴ്സിന് ഒരു പെർഫെക്റ്റ് സ്കൂട്ടറാണ്. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ കേരളത്തിൽ ആംബിയറിൻ്റെ സർവീസ് നെറ്റ്വർക്ക് അൺഫിനിഷ്ഡ് ആണ് എന്നുള്ളതാണ്. ചില നഗരങ്ങളിൽ ഫുൾ സപ്പോർട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ വീക്കാണ്. സോ വാങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഏരിയയിൽ ആംബിയർ സർവീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സർവീസ് സെൻറ്റർ ഉണ്ട് എങ്കിൽ ദി സ്കൂട്ടർ ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് EV സ്കൂട്ടർ ഇൻ ഇന്ത്യ. നമ്മുടെ ലിസ്റ്റിൽ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ഏതർ റിസ്റ്റ എസ് ആണ്. ഏതറിനെ വെറും ഒരു സ്കൂട്ടർ എന്ന് വിളിക്കാൻ പറ്റില്ല. കൃത്യതയും ക്വാളിറ്റിയും വിശ്വസ്തതയും ഇത് മൂന്നും ഒത്തുചേരുന്ന ഇന്ത്യയിലെ ടോപ്പ് 3 ബ്രാൻഡുകളിൽ ഒന്നാണ് ഏതർ. EV മാർക്കറ്റിൽ കൺസിസ്റ്റൻസി നിലനിർത്തുന്നതിൽ ഇവർ എന്നും മുന്നിലാണ്. പെർഫോമൻസിന് ഒരു വിന്നർ തന്നെയാണ് ഏതർ. പക്ഷേ മൊത്തത്തിലുള്ള പാക്കേജ് നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് നിർത്തിയത്. ഏതർ റിസ്റ്റ എസിന് 2.9 kW ബാറ്ററിയാണ് വരുന്നത്. 123 km റേഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 100 തൊട്ട് 115 km വരെ റിയൽ ലൈഫ് റേഞ്ച് വണ്ടിക്ക് ലഭിക്കുന്നുമുണ്ട്. റേഞ്ച് ആക്യുറസിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ആണ് ഏതർ. ബാക്കിയുള്ളവർ കണക്കുകൾ പറയുമ്പോൾ ഏതർ യാഥാർത്ഥ്യം പറയുന്നു. അതാണ് ആ റേഞ്ച് ആക്യുറസി. ഏതർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന 3 കാര്യങ്ങളാണ്: പ്രീമിയം ഫീൽ, സോളിഡ് ബിൽ, പിന്നെ ആ പേര് പോലെ തന്നെയുള്ള ക്വാളിറ്റി. റിസ്റ്റ എസിലേക്ക് വരുമ്പോൾ ലാർജ് ബോഡി, സ്ട്രോങ് പാനലുകൾ, ഒപ്പം അതീവ സ്റ്റേബിൾ ആയൊരു ചേസസുമാണ് ഉള്ളത്. ഇനി റൈഡിലേക്ക് വന്നാലോ, സീറോ വൈബ്രേഷനാണ് വണ്ടിക്ക്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും എത്ര മോശം റോഡിലൂടെ ഓടിച്ചാലും വണ്ടിയിൽ നിന്ന് അനാവശ്യമായൊരു ശബ്ദം പോലും കേൾക്കില്ല. അത്രയ്ക്ക് പാക്കഡ് ആയിട്ടാണ് ഇതിൻ്റെ അസംബ്ലി വരുന്നത്. അതുപോലെ യാത്രാസുഖത്തിൻ്റെ കാര്യം നോക്കിയാൽ വൈഡ് സീറ്റ് നൽകുന്ന കംഫർട്ട് വേറെ ലെവലാണ്. ഒപ്പം വളരെ സ്റ്റേബിൾ ആയൊരു ബ്രേക്കിങ്ങും. ചുരുക്കത്തിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി സേഫസ്റ്റ് EV സ്കൂട്ടറാണിത്. ലോങ് ടേം ഉപയോഗത്തിന് കണ്ണും പൂട്ടി വിശ്വസിക്കാവുന്ന, റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഇന്നും അൺമാച്ച്ഡായി നിൽക്കുന്ന ഒരേ ഒരു ബ്രാൻഡാണ് ഏതർ. ഏതർ റിസ്റ്റ എസിൽ വരുന്ന ഒരു 2.9 kW ബാറ്ററിയാണ്. ചാർജിങ് ടൈം വരുന്നത് 0 to 100% എത്താൻ ഏകദേശം 5 to 6 hours. ഏതറിന് വരുന്ന ഒരു ഡോട്ട് ചാർജറാണ്. അതുകൊണ്ട് തന്നെ സേഫാണ്, ഡ്യൂറബിളുമാണ്. അതുപോലെ പഴയ കാം ആൻഡ് ക്വയറ്റ് സ്കൂട്ടറൊന്നുമല്ല ഇപ്പോൾ ഏതർ. ത്രോട്ടിൽ കൊടുത്താൽ അത്യാവശ്യം നല്ല പവർ തരുന്ന സ്പോർട്ടി പെർഫോമൻസ് ഉള്ള മെഷീനാണ് ഇന്ന്. സിറ്റി റൈഡിലേക്ക് വന്നാൽ വണ്ടി ഒരു വെണ്ണ പോലെയാണ്, സ്മൂത്ത് ആൻഡ് പ്രഡിക്റ്റബിൾ. എക്കോ മോഡിൽ ഇട്ടാൽ പോലും ലാഗ് അടുപ്പിക്കാത്ത ഡീസൻറ്റ് ടോർക്ക് ഇന്ന് ഇതിനുണ്ട്. 80 to 90 km/h ആണ് ടോപ്പ് സ്പീഡ്. ഏതർ DNA ഉള്ളതുകൊണ്ട് തന്നെ ഹാൻഡിലിംഗ് അതീവ കൃത്യമാണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇന്ത്യയിൽ ഇത്രയും വിപുലമായി ഫാസ്റ്റ് ചാർജിംഗ് നെറ്റ്വർക്ക് വേറെ ആർക്കുമില്ല എന്നതാണ്. ചാർജിംഗ് സ്റ്റേഷനിൽ ചെന്നാൽ അത് വർക്ക് ചെയ്യുമെന്ന കോൺഫിഡൻസ് അതാണ് ഏതറിനെ വേറിട്ട് നിർത്തുന്നത്. ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം സർവീസാണ്. പക്ഷേ അവിടെയാണ് ഏതർ സ്കോർ ചെയ്യുന്നത്. EV സെഗ്മെൻറ്റിൽ ഇന്ത്യയിലെ ബെസ്റ്റ് സർവീസ് നെറ്റ്വർക്ക് ഇവരുടേതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർവീസ് സെൻറ്ററുകൾ, മുടങ്ങാതെ ലഭിക്കുന്ന സ്പെയർ പാർട്സ്, മാന്യമായി പെരുമാറുന്ന സ്റ്റാഫ്. വണ്ടി വിറ്റാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്തവരല്ല ഇവർ. വർഷങ്ങൾ കഴിഞ്ഞാൽ ആ സർവീസ് കൺസിസ്റ്റൻസി ഇവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഈ റിസ്റ്റ എസിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇതൊരു ഫാമിലി ലക്ഷറി സ്കൂട്ടർ തന്നെയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് 34 ലിറ്ററിൻ്റെ ഫീമൻ ബൂട്ട് സ്പേസ് ആണ്. ഹെൽമെറ്റോ ബാഗോ പച്ചക്കറിയോ എന്തും ഇതിൽ സുഖമായിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച EV UI ഇവരുടേതാണ്. ഗൂഗിൾ മാപ്പ്, പാർക്ക് അസിസ്റ്റൻറ്റ്, റിവേഴ്സ് മോഡ് അങ്ങനെ ഫീച്ചറുകളുടെ മേളമാണ് ഏതർ ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ പിന്നിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, സ്ക്വിഡ് ആകാത്ത ബ്രേക്കിംഗ് സിസ്റ്റം, പിന്നെ മോഷണം തടയാൻ തെഫ്റ്റ് അലേർട്ടും. ഫീച്ചേഴ്സിലും സോഫ്റ്റ്വെയറിലും ഇന്ന് മാർക്കറ്റിലുള്ള പ്രീമിയം EVകളെ വെല്ലുന്ന ഐറ്റം തന്നെയാണ് ഏതർ. ഇത്രയും പ്രീമിയം എക്സ്പീരിയൻസ് നൽകുന്ന ഈ വണ്ടിയുടെ വില വരുന്നത് 1,25,000 രൂപയാണ്. ഇത്രയൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഏതർ ഫസ്റ്റ് പ്രൈസിൽ എത്തിയില്ല എന്നതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ വില്ലൻ പ്രൈസ് തന്നെയാണ്. ബഡ്ജറ്റ് EV സെഗ്മെൻറ്റ് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ഈസി പിക്കല്ല. റേഞ്ചും ബിൽഡ് ക്വാളിറ്റിയും എല്ലാം സൂപ്പറാണ്. പക്ഷേ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വെച്ച വണ്ടിയെ അപേക്ഷിച്ച് ഇതിൻ്റെ വില ഒരു അല്പം കൂടുതലാണ്. രണ്ടാമത്തെ വാല്യൂ ഫോർ മണി പോരാട്ടമാണ്. ഒന്നാം സ്ഥാനത്തുള്ള വണ്ടി ഏകദേശം ഇതേ പ്രാക്ടിക്കൽ ഉപയോഗം കുറഞ്ഞ വിലയിൽ തരുന്നുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആ വിലക്കുറവും റിയൽ ലൈഫ് യൂസേജും നോക്കുമ്പോൾ ഏതർ ഒരല്പം പിന്നിലാണ്. പെർഫോമൻസിൽ ഇവൻ ചാമ്പ്യൻ തന്നെയാണ്. പക്ഷേ ആ വാല്യൂ ബാറ്റിൽ പോരാട്ടത്തിൽ ചെറിയൊരു അടി തെറ്റി. ഓൾമോസ്റ്റ് വിന്നർ, പക്ഷേ വിന്നറല്ല. ക്വാളിറ്റി, സേഫ്റ്റി, ആക്യുറസി, കൺസിസ്റ്റൻസി
ഈ വാക്കുകൾക്കാണ് നിങ്ങൾ വില കൊടുക്കുന്നത് എങ്കിൽ ഇന്ത്യയിലെ ദ സെക്കൻഡ് ബെസ്റ്റ് EV പിക്കാണ് ഇത് റിസ്റ്റ എസ്. വണ്ടി എടുത്ത് വർഷങ്ങൾ കഴിഞ്ഞാൽ സമാധാനമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടൈം യൂസറിനെ സംബന്ധിച്ച് ഇതൊരു സേഫ് ചോയ്സ് മാത്രമല്ല, ഒരു സ്ട്രോങ് ചോയ്സ് കൂടിയാണ്. ഇവിടെയാണ് നമ്മുടെ ഗെയിം ഓവർ ആകുന്നത്. ബഡ്ജറ്റ് EV സ്കൂട്ടറുകളിലെ റിയൽ അൺബീറ്റൺ വിന്നർ അത് TVS iQube ആണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒത്തിണങ്ങി ഗ്യാരണ്ടീഡ് ആയ ഒരു ബഡ്ജറ്റ് EV സ്കൂട്ടർ ആണ് എങ്കിൽ കണ്ണും പൂട്ടി iQube എടുക്കാം. ഇതൊരു സുരക്ഷിതമായ തീരുമാനം മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതാണ് ദ ബെസ്റ്റ് ചോയ്സ്. റേഞ്ച് വേണോ, ബിൽഡ് ക്വാളിറ്റി വേണോ, അതോ നല്ല സർവീസ് വേണോ, ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും കൺസിസ്റ്റൻ്റ് ആയി പെർഫോം ചെയ്യുന്ന ഒരേ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ. ഏതറിൻ്റെ ക്വാളിറ്റിയും ഓലയുടെ ഫീച്ചറുകളും ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റും ഇതെല്ലാം കൂടി ചേരുന്ന കംപ്ലീറ്റ് പാക്കേജ് അതാണ് iQube. ആദ്യം നമുക്ക് റേഞ്ചിലേക്ക് വരാം. 2.2 കിലോവാട്ടിൻ്റെ ബാറ്ററി പായ്ക്കാണ് വണ്ടിയിൽ വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ടത് TVSൻ്റെ സത്യസന്ധതയാണ്. ഇവർ പറയുന്ന കണക്കുകളിൽ എക്സാജുറേഷൻ ഒന്നുമില്ല. കമ്പനി ക്ലെയിം ചെയ്യുന്നത് 85 to 95 കിലോമീറ്റർ ആണ് എങ്കിൽ സിറ്റി ട്രാഫിക്കിൽ പോലും നിങ്ങൾക്ക് 65 to 80 കിലോമീറ്റർ മുകളിൽ ഗ്യാരണ്ടീഡായി കിട്ടിയിരിക്കും. ഫേക്ക് പ്രോമിസ് ഇല്ല, ഫേക്ക് റേഞ്ചും ഇല്ല. ഡെലിവറി ചെയ്യുന്ന റേഞ്ച് മാത്രം ഇവർ പറയും. അതാണ് TVSൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പല EVകളും ഓടിക്കുമ്പോൾ ഒരു കളിപ്പാട്ടം പോലെ തോന്നും. പക്ഷേ iQube അങ്ങനെയല്ല. വണ്ടിക്ക് നല്ല ക്വാളിറ്റിയുണ്ട്. സ്ട്രോങ് ആയ മെറ്റൽ ചേസും പാനലുകളും 3-4 വർഷം കഴിഞ്ഞാൽ പോലും വണ്ടിയിൽ നിന്ന് ഒരു ചെറിയ സൗണ്ട് പോലും കേൾക്കില്ല. ഇനി ഡ്രൈവിംഗ് ഫീലിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ പെട്രോൾ സ്കൂട്ടറിൻ്റെ കംഫർട്ടും EVയുടെ സ്മൂത്ത്നെസ്സും ചേർന്ന ഒരു ഒന്നൊന്നര കോമ്പിനേഷനാണ് iQube നൽകുന്നത്. യുവതലമുറയ്ക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഓൾറൗണ്ടാണിത്. സിറ്റുവേഷൻ അനുസരിച്ച് വളരെ സ്മൂത്തായും അഗ്രസീവ് ആകേണ്ടടുത്ത് അഗ്രസീവായും പ്രതികരിക്കുന്ന പവർ ഡെലിവറിയാണ് iQube നൽകുന്നത്. ഫീച്ചറുകളുടെ കാര്യത്തിൽ ഇവൻ പിന്നിലല്ല. ബ്ലൂടൂത്ത്, നാവിഗേഷൻ, പാർക്ക് അസിസ്റ്റ്, ആൻറ്റി തെഫ്റ്റ് അലേർട്ട് എല്ലാം ഉണ്ട്. ഓലയെപ്പോലെ ഒരുപാട് ഫ്ലാഷി ഗിമ്മുകൾ ഇല്ലായിരിക്കാം, പക്ഷേ ഉള്ള ഫീച്ചറുകളെല്ലാം സ്റ്റേബിളാണ്, യൂസ്ഫുള്ളുമാണ്. പക്ഷേ iQube ഒന്നാമത് എത്താനുള്ള യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല, അത് സർവീസാണ്. ഇന്ത്യയിൽ EVക്ക് ഇത്രയും വലിയൊരു സർവീസ് നെറ്റ്വർക്ക് TVSന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഏത് ജില്ലയായാലും സ്പെയർ പാർട്സിനോ സർവീസിനോ വേണ്ടി കാത്തു നിൽക്കേണ്ടി വരില്ല. ഏതൊരു ക്വാളിറ്റി ആണെങ്കിൽ TVS സർവീസ് ഗ്യാരണ്ടിയാണ്. റിലയബിലിറ്റിയും ബാക്കപ്പും ചേരുന്ന ആ വിന്നർ ഫോർമുലയിൽ ഇവരാണ് നമ്പർ 1. എന്തുകൊണ്ട് iQube ഒന്നാമത് എന്നതിന് 5 കാരണങ്ങൾ കൂടി പറയാം. 1. റിയൽ ലൈഫ് പെർഫോമൻസ്. ഡെയിലി യൂസിന് ഏറ്റവും മികച്ച ഓപ്ഷനാണ് TVS iQube. കൃത്യമായ റേഞ്ചും മികച്ച പവറും യാതൊരുവിധ നാടകങ്ങളോ ഗ്ലിച്ചുകളും ഇല്ലാത്ത പ്രകടനവും. 2. സർവീസ് നെറ്റ്വർക്കാണ്. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ അതിൻ്റെ സർവീസ് തന്നെയാണ്. 4000-ലധികം വരുന്ന TVS സർവീസ് സെൻറ്ററുകളുമായി സർവീസ് മികവിൽ iQube തന്നെയാണ് രാജാവ്. 3. ഓണർഷിപ്പ് കോസ്റ്റ്. വിശ്വസനീയമായ എഞ്ചിനീയറിംഗ്, കുറഞ്ഞ കംപ്ലൈൻറ്റുകൾ, താരതമ്യേന കുറഞ്ഞ സ്പെയർ പാർട്സ് വിലകൾ ഇതെല്ലാം iQubeൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാക്കി മാറ്റുന്നു. 4. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ് TVS iQube. വീട്ടിലെ ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന വാഹനം. മികച്ച ബാലൻസും സുരക്ഷാ സംവിധാനങ്ങളും ഇതിനെ ഒരു സമ്പൂർണ്ണ ഫാമിലി സ്കൂട്ടറാക്കുന്നു. 5. റീസെയിൽ വാല്യൂ ആണ്. TVS എന്ന ബ്രാൻഡിൻ്റെ 100 വർഷത്തിലധികം വരുന്ന പാരമ്പര്യവും വിശ്വസ്തതയും നൽകുന്ന കോൺഫിഡൻസ് iQubeന് മാത്രമുള്ളതാണ്. ഇത് വിൽക്കുമ്പോഴും iQubeൻ്റെ മൂല്യം കുറയ്ക്കില്ല എന്നുള്ളത് ഉറപ്പിക്കാം. അതുകൊണ്ട് ബഡ്ജറ്റ് EV സെഗ്മെൻറ്റിൽ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. റേഞ്ച് സേഫാണ്, ബിൽഡ് ടോപ്പാണ്, സർവീസ് അൺബീറ്റബിൾ ആണ്. ബഡ്ജറ്റ് EVകളിൽ TVS iQube തന്നെയാണ് റിയൽ വിന്നർ. TVS iQubeൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന 1,18,000 രൂപ വരെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബഡ്ജറ്റ് EV വിപണിയിലെ വമ്പന്മാർ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഇതിലേത് വണ്ടി തിരഞ്ഞെടുക്കണമെന്നത് പൂർണ്ണമായും നിങ്ങളുടെ ആവശ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നമുക്കൊന്ന് ചുരുക്കി പറയാം. നിങ്ങൾക്ക് അത്യാവശ്യം ടെക് ഫീച്ചേഴ്സും സ്റ്റൈലും കുറഞ്ഞ വിലയിൽ വലിയ റേഞ്ചുമാണ് വേണ്ടതെങ്കിൽ, ചെറിയ സർവീസ് റിസ്കുകൾ എടുക്കാൻ തയ്യാറാണ് എങ്കിൽ ഓല S1 X നോക്കാം. അതല്ല വീടിനടുത്ത് ചെറിയ ഓട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡും വേണമെന്നാണ് എങ്കിൽ ഹോണ്ട QC1 നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നവർക്ക് ചാർജ് ചെയ്യാൻ റിമൂവൽ ബാറ്ററിയും ഒപ്പം പോക്കറ്റ് കിടത്തൊരു വിലയും വേണമെങ്കിൽ ആംബിയർ മാഗ്നസ് നിയോ പരിഗണിക്കാം. ഇതൊന്നുമല്ല, പൈസ അല്പം കൂടിയാലും കുഴപ്പമില്ല, എനിക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയും കൃത്യതയും റേഞ്ചും പ്രീമിയം ഫീലും വേണമെന്നാണ് എങ്കിൽ ഏത് റിസ്റ്റ S തന്നെയാണ് നിങ്ങളുടെ വണ്ടി. പക്ഷേ ഒരു ശരാശരി മലയാളിക്ക് ഫാമിലി ആയിട്ടും അല്ലാതെയും യാത്ര ചെയ്യാനും സർവീസിനെ ഓർത്ത് പേടിക്കാതെ കൊടുത്ത പൈസയ്ക്ക് വാല്യൂ കിട്ടുന്ന, വാങ്ങിയ ശേഷം ഒരു പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത് എങ്കിൽ സംശയിക്കേണ്ട, നമ്മുടെ വിന്നർ TVS iQube തന്നെയാണ് ഇന്നത്തെ മാർക്കറ്റിലെ സ്മാർട്ടസ്റ്റ് ചോയ്സ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായൊരു തീരുമാനം എടുക്കാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ലിസ്റ്റിൽ ഏത് സ്കൂട്ടറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക, അതോ ഈ ലിസ്റ്റിൽ വരാത്ത വേറെ ഏതെങ്കിലും വണ്ടി നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. EV വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെക്നോളജിയും വണ്ടികളും ഒത്തുചേരുന്ന കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ ചാനൽ റൈഡ് ആൻഡ് ടെക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഇസ് റൈഡ് ആൻഡ് ടെക് സൈനിങ് ഓഫ്. ബൈ.